മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന പേട്രിയറ്റ് സിനിമയ്ക്ക് വിലക്ക്. തിയേറ്റർ വിഹിതം കൂട്ടിച്ചോദിച്ചതിനെ തുടർന്നാണ് ഈ വിലക്ക്. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക് നിർദ്ദേശം. ഏപ്രിൽ 23-നാണ് റിലീസ് പ്രഖ്യാപിച്ചിരുന്നത്. മലയാള സിനിമാ പ്രേമികളും പ്രേക്ഷകരും ഇപ്പോൾ ഏറെ കാത്തിരിക്കുന്നത് പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ വരവിനായാണ്. മമ്മൂട്ടി മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ സിനിമയ്ക്ക് വാനോളം ഹൈപ്പും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ മൾട്ടി സ്റ്റാർ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. 19 വർഷത്തിനു ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലും വീണ്ടും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നത് എന്ന പ്രത്യേകതയാണ് ഇതിനുള്ളത്. ചിത്രം ഈ വർഷം വിഷു റിലീസായാണ് എത്തുന്നത്. മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കുന്നത്. മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന പാട്രിയറ്റ് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നും ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ നിന്നും വ്യക്തമാണ്. പക്ഷേ അത്രത്തോളം പ്രതീക്ഷകൾ മലയാളികൾ കാത്തിരിക്കുന്ന സിനിമ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. സിനിമ റിലീസുമായി ബന്ധപ്പെട്ട വീണ്ടും ഒരു വിവാദം ഉടലെടുത്തു. 140 കോടി ചിലവിട്ടാണ് ആൻഡോ ജോസഫ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട തിയേറ്റർ ഉടമകളുമായാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. ആദ്യ ആഴ്ചയിൽ 60%, പിന്നെ 55% എന്നീ രീതിയിലാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ കൊടുക്കുന്നത്. എന്നാൽ ആൻഡോ ജോസഫ് കൂടുതൽ പണം ആവശ്യപ്പെട്ടെന്നാണ് പറയുന്നത്. അതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചയിലേക്ക് 60% ചോദിച്ചെന്നും സിനിമ ഹോൾഡ് ഓവർ ആവരുതെന്നും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഫിയോക് അഭിപ്രായപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ആൻഡോ ജോസഫും ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാറും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആൻഡോ ജോസഫിനെ സിനിമ 60% എഗ്രിമെന്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് ഫിയോക് അംഗങ്ങൾക്ക് വാട്സപ്പിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്നാണ് പറയുന്നത്. മാത്രമല്ല, പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ഇൻഡസ്ട്രിയിൽ നിലവിലില്ലാത്ത ടേംസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചിത്രത്തിന്റെ എഗ്രിമെന്റ് വെക്കുന്നത് സംഘടനയുടെ അറിയിപ്പ് വന്നതിനു ശേഷം മാത്രമാണ് പാടുള്ളൂ എന്നാണ് അറിയിപ്പിലുള്ളത്. ഇതോടെ സംഘടനയിൽ വലിയൊരു പൊട്ടിത്തെറിയുണ്ടാവുകയും ഫിയോക് രണ്ടായി പിളരാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ. മാത്രമല്ല, മലയാളത്തിൽ ഇന്നേ വരെയുള്ള വെച്ചതിൽ ഏറ്റവും വലിയ ബജറ്റിലാണ് ഈ ചിത്രം ഒരുങ്ങുന്നത്. വിവിധ രാജ്യങ്ങളിലെ 10-ലധികം ഷെഡ്യൂളുകളിലായി 1 വർഷത്തിലധികം നീണ്ട ചിത്രീകരണത്തിനൊടുവിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച സിനിമയെന്ന ബഹുമതിയും ഇപ്പോൾ പേട്രിയറ്റിനാണ് സ്വന്തം. ഇന്ത്യ, ശ്രീലങ്ക, UK, അസർബൈജാൻ, UAE എന്നിവിടങ്ങളിലെ വിവിധ ലൊക്കേഷനുകളായിരുന്നു ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ അത്രത്തോളം ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം ഏപ്രിൽ 23-ന് തിയേറ്ററിൽ എത്തില്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.